ശാസ്ത്രീയമായ ഒരുപാട് സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല പെരുമാറ്റവും സ്വഭാവ രീതികളും അതുവഴി പുരോഗതി പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക, ക്വാളിറ്റി കൂട്ടുക, ഇതിനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്. അതിന് ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. മനുഷ്യ മനസ്സിന്റെ ഒരു പ്രത്യേകത ഉത്തരവുകളിലൂടെ അല്ലെങ്കിൽ ഓർഡർ നമ്മൾ പറയും, നിർദ്ദേശങ്ങളിലൂടെ, കൽപ്പനകളിലൂടെ മനുഷ്യ മനസ്സിനെ സ്വാധീനിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പ്രയോജനപ്രദവും കാര്യക്ഷമവും ഉൽപാദനക്ഷമവുമാണ് സ്നേഹമസനമായ ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എല്ലാ മേഖലകളിലും ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. സ്കൂളുകളിൽ കൗൺസിലർമാരെ അപ്പോയിന്റ് ചെയ്യുന്ന നമുക്ക് പറയാം. എല്ലാ വ്യവസായശാലകളോടനുബന്ധിച്ചും അതുപോലെ
അതുപോലെ ഭരണനിർവഹണ മേഖലകളിലും ഒക്കെ ഈ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഉണ്ട്. ചിലർക്ക് പ്രിൻസിപ്പൽ അഡ്വൈസർ, പ്രൈം മിനിസ്റ്ററുടെ പ്രിൻസിപ്പൽ അഡ്വൈസർ സാധാരണ തീർക്കാറുണ്ട്. അങ്ങനെ പല പേരുകളിലാണ് ഇത് യഥാർത്ഥത്തിൽ ലോകത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് പ്രയോജനമുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാൻ ഏറ്റവും നല്ലത് സ്നേഹമാണ്. നമുക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ചെറിയ കുട്ടികളോട് അതിന് എടുത്തോണ്ട് പാടോ, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ആദ്യമൊക്കെ കേൾക്കുകയും പിന്നീട് അതൊരു കുട്ടി അത് ശ്രദ്ധിക്കാതെ അങ്ങനെ കേൾക്കാത്ത ഒരു സ്വഭാവം നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. മോനെ അതിന് എടുക്കുക, മോളെ അത് ചെയ്യും, എന്താ മോളെ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ സംഗതി രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ ആ പ്രയോഗിക്കുന്ന വാചകങ്ങളിലുള്ള വ്യത്യാസം. ഒരാളോട് സ്നേഹത്തിൽ പെരുമാറുമ്പോൾ അയാളുടെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ രീതി അവലംബിക്കണം എന്നാണ് ആധുനിക മനഃശാസ്ത്രം പറയുന്നത്. ഈ സംഗതി തന്നെയാണ് പ്രവാചകന്മാർ വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. മാർഗനിർദ്ദേശം നൽകുമ്പോൾ ഏറ്റവും നല്ലതിലേക്ക് നേരായ വഴിയിലേക്കാണ് മാർഗനിർദ്ദേശം നൽകേണ്ടത്. മനുഷ്യനാശമാകുന്ന, മോശമാകുന്ന, അപജയങ്ങളുണ്ടാകുന്ന, സ്വഭാവത്തിന് താളപ്പിഴകൾ ഉണ്ടാകുന്ന ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ ലോകത്തുണ്ട്. അപ്പൊ അത് സ്വീകരിക്കാതെ മനുഷ്യന്റെ വിജയത്തിനും ആശ്വാസത്തിനും പുരോഗതിക്കും സമാധാനത്തിനും രാജ്യത്തിന് നന്മയ്ക്കും ഉതകുന്ന തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളാണ് വേണ്ടത്. നമ്മുടെ ഭരണഘടന പരിശോധിച്ച് നമുക്കറിയാം. ഭരണഘടനയിൽ മനുഷ്യനെ ചീത്തയാക്കുന്ന ഒന്നും കാണില്ല. ആളുകൾ പലതുമൊക്കെ ചെയ്തു കൂട്ടുമെങ്കിലും ഭരണഘടനയിൽ അതുണ്ടാവില്ല. എല്ലാ വേദഗ്രന്ഥങ്ങളും പരിശോധിച്ച് നോക്കിയാൽ അതിൽ മനുഷ്യനെ ചീത്തയാക്കുന്ന ഒന്നും ഉണ്ടാവില്ല. പക്ഷെ മതത്തിന്റെ അനുയായികൾ പലപ്പോഴും കുഴപ്പമുണ്ടാക്കാറുണ്ട്. അപ്പോൾ മാർഗനിർദ്ദേശം എപ്പോഴും ഏറ്റവും ഉത്തമമായതായിരിക്കണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കർശനമായി നിർദ്ദേശിച്ച സംഗതിയാണ്. അതിൽ ഏറ്റവും ഒടുവിലെന്ന മാർഗനിർദ്ദേശത്തിന്റെ അഡീഷനായി പരിശുദ്ധ ഖുർആൻ അത് എടുത്തു പറയുകയും ചെയ്യുന്നു. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഏറ്റവും നേരായതിലേക്കാണ് ഈ ഖുർആൻ നിങ്ങളെ മാർഗനിർദ്ദേശം ചെയ്യുന്നത്. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. തൊട്ടുടനെ പറയാം, ഇതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത. അപ്പൊ അവർക്ക് ഒരു സ്നേഹം കോരിക്കൊടുക്കുന്ന, വളരെ വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്ന സന്തോഷ വാർത്തയുടെ ഒപ്പമാണ് മാർഗദർശനം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ഈ നിർദ്ദേശങ്ങളിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മഹത്തായ പ്രതിഫലമുണ്ട് എന്ന സന്തോഷ വാർത്തയോടൊപ്പം തന്നെയാണ്. ഒരിക്കലും ഉത്ബോധനവും ഉപദേശവും മാർഗദർശനവും ഒന്നും തിന്മയുടെ പാതയിലൂടെ ആവരുത്, അത് കൂടുതൽ കുഴപ്പമുണ്ടാക്കുകയുള്ളൂ എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഒരു ചെറിയ പശക് ചിലപ്പോൾ വലിയ അനർത്ഥങ്ങൾക്ക് കാരണമാവും. അതുണ്ടാവാതിരിക്കാൻ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിക്കുന്നു. വലാ തസ്തവിൽ ഹസനതു വലാ സയ്യ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. നന്മയും തിന്മയും ഒരിക്കലും സമാവില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് കൊണ്ട് നീ പ്രതിരോധിക്കുക. അവിടെ ഉപദേശ നിർദ്ദേശങ്ങളും ഉത്ബോധനങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെ ഉണ്ടായാൽ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നീയും നിന്റെ ശത്രുവും തമ്മിലുള്ള ബന്ധം കുറ്റമിത്രത്തിൻ്റെതായി മാറും എന്ന് മനുഷ്യ മനസ്സുകളെ പഠിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല. അതായത് ഒരു പെരുമാറ്റം കൊണ്ട് ശത്രുത മിത്രമാക്കും, ശത്രുവിനെ മിത്രമാക്കാൻ മാറ്റും, ശത്രുത സൗഹൃദമാക്കി മാറ്റാൻ സാധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ മനസ്സിന്റെ തന്ത്രങ്ങളും മനസ്സിന്റെ പ്രവർത്തനങ്ങളും നന്നായി അറിയുന്ന തമ്പുരാൻ തന്നെയാണ്. അവന്റെ ഹൃദയത്തിന്റെ, അവന്റെ മനസ്സിന്റെ മർമ്മരങ്ങൾ നമുക്ക് നന്നായി അറിയാം. അങ്ങനെയുള്ള മനുഷ്യനാണ് ഉപദേശിക്കുന്നത്.
നന്മ കൊണ്ട് തിന്മയെ തടയുക, അല്ലെങ്കിൽ തിന്മ ചെയ്യുന്നവനോട് നന്മയിൽ തിരിച്ചു വർത്തിക്കുക എന്നതാണ്. അതെല്ലാവർക്കും ആ സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കൂല എന്ന്. വമാ യുലഖഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖഹാ ഇല്ലാ ദൂ ഹൗദിൻ അദീം. ക്ഷമയോടെ ഈ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിവുള്ളവനും അങ്ങനെയുള്ള ആ ആളുകൾക്ക് മാത്രമേ ഈ സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയുള്ളൂ. അല്ലാഹുവിന്റെ മാർഗദർശനത്തിൽ സത്യമുണ്ടെന്നും അതനുവർത്തിച്ച് ജീവിച്ചാൽ വിജയമുണ്ടെന്നും ഉറച്ചിട്ട് താൽക്കാലികമായ പരാജയങ്ങളെ അവഗണിച്ചുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ നൽകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ ഉത്ബോധനം, ഉപദേശം അതിങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കണം. അത് നിർബന്ധമായി അംഗീകരിച്ചൊരു സംഗതിയാണ്. ഉത്ബോധനം നടത്താത്ത ആളുകൾ, ഉപദേശം നടത്താത്ത ആളുകൾ, പരസ്പരം അത്തരം കാര്യങ്ങൾ പറയാത്ത ആളുകൾ നാശത്തിലാണ്, നഷ്ടത്തിലാണ് എന്ന് പഠിപ്പിക്കുന്നു. വൽഅസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. കാലം സാക്ഷിയാണ്. സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും സത്യവും ക്ഷമയും പരസ്പരം, സത്യവും സഹനവും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്നവരിലുള്ള മനുഷ്യരുടെ ജീവിതം നഷ്ടത്തിലാണ് എന്നുള്ളതിന് കാലം സാക്ഷിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. പ്രവാചകന്റെ 2 ശിഷ്യന്മാർ കണ്ടുമുട്ടിയാൽ അവർ കുശല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം പിരിഞ്ഞു പോകുമ്പോ സൂറത്തുൽ അസ്ർ ഓതുമായിരുന്നു. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അതിലെല്ലാം സത്യവും ക്ഷമയും പരസ്പരം സഹനവും പരസ്പരം ഉപദേശിക്കാത്തിടത്തോളം കാലം മനുഷ്യന്റെ ജീവിതം നഷ്ടത്തിലാവുമെന്ന് ചരിത്രം സാക്ഷിയാണ്, കാലം സാക്ഷിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ ഉപദേശ നിർദ്ദേശം, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം ഫർളായി തീരുമാനിച്ചൊരു സംഗതിയാണ്. ആധുനിക മനഃശാസ്ത്രത്തിന് അടുത്ത കാലത്താണ് അത് മനസ്സിലായത്. മനുഷ്യനെ അടിച്ചല്ല ചെയ്യിക്കേണ്ടത്, ഉപദേശിച്ചാണ് ചെയ്യിക്കേണ്ടത്. കാരണം രാജാക്കന്മാരും പ്രഭുക്കന്മാരും ചക്രവർത്തിമാരും ഒക്കെ പണ്ട് ചട്ടമാലകൾ കൊണ്ടാണ് നിയമം നടപ്പാക്കിയിരുന്നത്, രാജ്യ പുരോഗതി ഉണ്ടാക്കുന്നത്. പക്ഷെ ജനാധിപത്യത്തിന്റെ കാലം വന്നപ്പോ പരസ്പര കൂടിയാലോചനകളിലൂടെ ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ ആവാമെന്ന് മനുഷ്യൻ പഠിച്ചു മനസ്സിലാക്കിയിരിക്കുന്നു. ഇതേ സംഗതി തന്നെയാണ് ആദം നബി മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഉപദേശം നിർബന്ധമായി നടത്തിക്കൊണ്ടിരിക്കണം എന്നതിന് ആർക്കെല്ലാം ഉപദേശം പ്രയോജനം ചെയ്യും, ഉത്ബോധനം പ്രയോജനം ചെയ്യും, ആർക്കൊക്കെ പ്രയോജനം ചെയ്യില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹ്രസ്വമായി വിവരിച്ച ചില ആയത്തുകളാണ് നാം സാധാരണ ഓതാറുള്ള സൂറത്തുൽ അലയിലെ ആയത്തുകളാണ് ആദ്യം കേൾപ്പിച്ചത്. ഈ സൂറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ഇഷ്ടപ്പെടുകയും പലപ്പോഴും വെള്ളിയാഴ്ചകളിലും അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരങ്ങളിലും ഒക്കെ പാരായണം ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്ന് സഹിയായ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉന്നതനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ ചില സംഗതികൾ എടുത്തു പറയുന്ന ഒരു സൂറത്ത് നമ്മൾ എല്ലാവരും മനഃപ്പാഠമാക്കുകയും അർത്ഥം മനസ്സിലാക്കുകയും ആഴങ്ങളിൽ ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് എല്ലാവരും പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫദക്കിറിൻ നഫഅത്തിൽ ദിക്റ, ആ പ്രയോഗം തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് ഉത്ബോധനം പ്രയോജനം ചെയ്യുമെങ്കിൽ നീ ഉത്ബോധിപ്പിച്ചുകൊള്ളുക. അതിന്റെ അർത്ഥം ഉത്ബോധനം പ്രയോജനം ചെയ്യില്ല, അതുകൊണ്ട് ഇനി ചെയ്യണ്ട എന്നുള്ള നിലക്കല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഉത്ബോധനം നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കേണ്ടത് പ്രവാചകന്റെയും പ്രബോധന പ്രവർത്തകരുടെയും സത്യവിശ്വാസികളുടെയും കടമയാണ്. അത് ആ ഉത്ബോധനം എപ്പോഴും പ്രയോജനം ചെയ്തുകൊള്ളുന്നില്ല എന്ന് വെച്ച് എല്ലായ്പ്പോഴും അത് നഷ്ടത്തിലാവുമെന്നില്ല. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മനുഷ്യന് ഉത്ബോധനവും ഉപദേശവും ഒക്കെ വളരെ ആവശ്യമാണ്. എത്ര വലിയവനായാലും ചില കുടുക്കിൽപ്പെടുമ്പോ ചിലപ്പോൾ അവന്റെ തൊഴിലാളിയുടെ അല്ലെങ്കിൽ ഗേറ്റ് കീപ്പറുടെ അല്ലെങ്കിൽ ഡ്രൈവറുടെ ഉപദേശം പലപ്പോഴും പ്രയോജനം ചെയ്യുമെന്ന് നമുക്ക് അനുഭവത്തിൽ നിന്ന് ഒരുപാട് തെളിവുകളുണ്ട് എന്നുള്ളതാണ്. വലിയ മുതലാളി അല്ലെങ്കിൽ വലിയ നേതാവ് ഒക്കെ ആയിരിക്കും, വളരെ പ്രയാസത്തിൽ അനുഭവിച്ചിട്ടിങ്ങനെ പോകുമ്പോൾ കാറിൽ കയറിയിരിക്കുമ്പോൾ ഡ്രൈവറും ഇയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താണ് വിഷമിച്ചിരിക്കുന്നതെന്നും ചിലപ്പോ സൗഹൃദങ്ങളെ ചോദിക്കും. അപ്പോ ഇന്നതാണെന്ന് അയാൾ പറയുമ്പോൾ അല്ല ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്ന് ആ സന്ദർഭത്തിൽ ഇത് മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇത്തരം സന്ദർഭങ്ങൾ ഒരുക്കുന്നത് എന്നാണ്. കാരണം സ്വന്തം വലിപ്പത്തിൽ അഹങ്കരിക്കാതെ
മറ്റുള്ളവനെയും കൂടി പരിഗണിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ യുക്തികളൊക്കെ സാധാരണയായി പ്രയോഗിക്കാറുണ്ട്. പെണ്ണുങ്ങൾ എടുക്കുന്ന ഉപദേശം കിട്ടും. സാധാരണ ആണുങ്ങൾ ഇവിടെ ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയാണ്. അതായത് ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഭർത്താവ് ഭാര്യ എന്നുള്ളതായിക്കാണ്, ഭരിക്കേണ്ടവനും ഭരിക്കപ്പെടുകയുള്ളൂ എന്നാണ്. ഇസ്ലാമിൽ അങ്ങനെയല്ല, സൗജും സൗജത്വം എന്നാണ്, ഇണയും തുണയും എന്നുള്ളതാണ്. പരസ്പരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചും ഉപദേശിച്ചും പറഞ്ഞുമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ആ സൗഹൃദം നിലനിർത്തുന്നത്. ഏകാധിപതിയായ ഒരു ഭർത്താവ് അയാളുടെ ഓർഡറിന് യാതൊരു തകരാറും വരാനില്ല. അയാൾ വീട്ടിൽ വരുമ്പോൾ തന്നെ ഭാര്യയ്ക്കും മക്കൾക്കും ബേജാറുകളും മൂപ്പര് പുറത്തു പോയി കഴിഞ്ഞാലേ ഒരു ശ്വാസം നേരെ ഉള്ളൂ. അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് ആളുകൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. പലപ്പോഴും അനുഭവങ്ങൾ അത് നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെയൊക്കെ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നൽകുന്നത് ഉപദേശം, സ്നേഹത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാക്കിയിട്ട്, ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പെരുമാറുമ്പോ, ഉപദേശത്തിന്റെ ഉത്ബോധനത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് പെരുമാറുമ്പോ അത് പ്രയോജനം ചെയ്യും. കാരണം ഉള്ളിൽ ദൈവഭയമുള്ളവൻ ആ ഉപദേശം സ്വീകരിക്കുകയും അത് അവന് പ്രയോജനം ചെയ്യുകയും ചെയ്യും. സേദക്കർ ഓർക്കും മയഹ്ഷ, അതായത് ഖുശൂഉള്ളവൻ, അള്ളാഹുവിനോട് ഭയഭക്തിയുള്ളവൻ. മനുഷ്യ മനസ്സിൽ അള്ളാഹുവിനോട് ഭയഭക്തി അതിന്റെ സ്വയം പ്രകൃതത്തിൽ അലിഞ്ഞു ചേർന്ന സംഗതിയാണ്. അത് നശിപ്പിക്കുമ്പോൾ മാത്രമേ നശിച്ചുകൊള്ളൂ. വളർത്തിയെടുത്താൽ അത് വളർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഉപദേശം യഥാർത്ഥത്തിൽ ആർക്കാണ് പ്രയോജനം ചെയ്യണമെന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് ഭയമുള്ളവർ. ഒരു തെറ്റ് ചെയ്യുമ്പോൾ കുട്ടികളെടുത്ത് നമ്മൾ പറയും, ചെയ്യല്ലേ, അള്ളാഹു തആല ശിക്ഷിക്കും, നരകത്തിലെടുത്തൊക്കെ പറയും. ചെറിയ കുട്ടിയാണ്, നരകമെന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും കുട്ടിക്ക് ഒരു ഭയം ഉണ്ടാവും, ഒരു പേടി ഉണ്ടാവും. അത് മനുഷ്യ മനസ്സിന്റെ പ്രകൃതത്തിൽപ്പെട്ടതാണുള്ള. അതായത് ഭയമാണ്. കുട്ടികളെ ഭയപ്പെടുത്തിയിട്ട് ഒരു ഫിയർ ഫോബിയ ഉണ്ടാക്കണമെന്നുള്ളതല്ല പറയും. വളരെ ലളിതമായ നിലയിൽ കുട്ടികൾക്ക് അത്തരം സംഗതികൾ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയത്തിൽ ഖുശൂ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവൻ അങ്ങേയറ്റത്തെ നിർഭാഗ്യവാനാണ്. അവന്റെ ആ ഓട്ടം ഉണ്ടല്ലോ, പിന്തിരിഞ്ഞോട്ടം, മഹാനരകത്തിലാണ് ചെന്ന് അവസാനിക്കുക. അവിടെ പിന്നെ ജീവിതം ഉണ്ടാവില്ല, മരണം ഉണ്ടാവില്ല. ഒരിക്കലും അതിൽ നിന്ന് മോചനമില്ലാത്ത നിത്യ നരകത്തിന്റെ, നിത്യയാതനയുടെ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് വരെ അവനെ ഉപദേശങ്ങളിൽ നിന്നും ഉത്ബോധനങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നുള്ള. അപ്പൊ ഉത്ബോധന ഉപദേശങ്ങൾ യഥാർത്ഥത്തിൽ ഖുശൂഉള്ളവർക്ക് മാത്രമേ പ്രയോജനം ചെയ്യുള്ളൂ. എളിമത്വം, അള്ളാഹുവിനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ്, വിനയാനന്ദമായ ഒരു മനസ്സ്, ഭയഭക്തിയുള്ള ഒരു മനസ്സ്, ഇതൊക്കെ സൂക്ഷിക്കുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ, അത്തരം ആളുകളാണ് തസ്കിയത്ത്, അതായത് പരിശുദ്ധ പ്രാപിക്കുക, ആത്മശുദ്ധി നേടുക എന്നുള്ള. അതിനടുത്ത് ഉടനെ പറഞ്ഞു ഖദ് അഫ്ലഹ മൻ തസക്ക, അതായത് ആത്മശുദ്ധി നേടിയവൻ, പരിശുദ്ധി നേടിയവൻ വിജയിച്ചിരിക്കുന്നു. വളരെ ഹ്രസ്വമായ സെന്റൻസുകൾ ചടുലമായ രീതിയിൽ അത് അവതരിപ്പിച്ച് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പെട്ടെന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന, തുളച്ചു കയറുന്ന ഒരു ശൈലിയിലാണ് ഈ സൂറത്തുൽ-അഅല. അത് എവിടെയെങ്കിലും നല്ലൊരു ആര്യന്റെ ആ ഓതിട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ മനുഷ്യ ഹൃദയങ്ങളിൽ തീർച്ചയായും ചലനം ഉണ്ടാക്കാൻ പര്യാപ്തമാണ് അഅലയുടെ ഓരോ പ്രയോഗങ്ങളും. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല. രക്ഷിതാവിന്റെ നാമം ഓർക്കുകയും, രക്ഷിതാവിന്റെ നാമം ഓർക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു തമ്പുരാൻ രക്ഷിതാവുണ്ട് എന്നും അവൻ ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് എന്നും എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളതെല്ലാം അവൻ അമാനത്തായി ഏൽപ്പിച്ചിട്ടുള്ളതാണ് എന്നും അതൊക്കെ ഞാൻ ഉപയോഗിക്കുമ്പോൾ അവന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ള ഒരു സൂക്ഷ്മതാ ബോധമുള്ളവരാണ് എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുക. ഫസല്ല, ആ ബോധം നിലനിർത്തുന്നതിന് വേണ്ടി അവൻ എപ്പോഴും കൃത്യമായി നമസ്കരിക്കുന്ന ഇഖാമത്തുസ്സലാത്ത്, നമസ്കാരം നിലനിർത്തുന്നതിൽ അതീവ ശ്രദ്ധാലുവായിരിക്കുന്നത. നമസ്കാരം നമുക്കറിയാം, മനുഷ്യന്റെ ശരീരം കൊണ്ടെടുക്കുന്ന ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരമാണ്. ഫർള് നമസ്കാരത്തിൽ അപാകതകളുണ്ടെങ്കിൽ പരിഹരിക്കാൻ സുന്നത്ത് നമസ്കാരം. നമുക്ക് കൂടുതൽ സ്നേഹവും ബന്ധവും അടുപ്പവും വേണമെന്നുണ്ടെങ്കിൽ നഫിൽ നമസ്കരിക്കാൻ, അതായത് അധികം ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അത് ദുഹായാവാം, തഹജ്ജുദാവാം, അതുപോലെ തന്നെ സുന്നത്ത് മുഅഖ്ഖദായ സുന്നത്തിന്റെ കൂടെയുള്ള സുന്നത്തുകളാവാം. അപ്പൊ ആ നമസ്കാരത്തിൽ ഒരു ആനന്ദമുണ്ട്. എന്റെ നമസ്കാരം എന്റെ ആനന്ദമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
നമുക്കൊരു ആനന്ദകരമായ, അനുഭൂതിപൂർവകമായ, ആസ്വാദദായകമായ ഒരവസ്ഥ നമ്മുടെ നമസ്കാരത്തിൽ ലഭ്യമാകുന്നുണ്ടോ എന്ന് നമ്മളിത് പരിശോധിക്കണം. നമ്മുടെ ആത്മാവ് അള്ളാഹുവിന്റെ ആത്മാവുമായി ഈ ഖുർആൻ വഴി കൂട്ടിമുട്ടുമ്പോഴാണ് ആ ആനന്ദം ആകാശലോകങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിവരിക. ഈ ഭൂമിയിൽ നടക്കുന്ന ഈ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിന്റെ ആത്മാവ് എന്നുള്ള ചൈതന്യം, റൂഹ്, അത് പ്രകാശധാരയായി ഇറങ്ങി വരുമ്പോ മനുഷ്യൻ അവനറിയാതെ അവന്റെ തൈറോയിഡിന്, അതായത് അവന്റെ ഉമനീരിന് വ്യത്യാസം ഉണ്ടാവും. വായിൽ മധുരം അനുഭവപ്പെടും. അതായത് പ്രത്യേകിച്ച് ഫിസിക്കൽ ചേഞ്ച് ഉണ്ടാവും. മെന്റൽ ചേഞ്ച് മാത്രമല്ല, ഫിസിക്കൽ ചേഞ്ച് തന്നെ ഉണ്ടാവും. മനുഷ്യന് മാനസികമായി ഉണ്ടാകുന്ന എല്ലാ ചലനങ്ങളും അവന്റെ ശാരീരികമായ ചലനങ്ങളെ ബാധിക്കുന്നതാണ്. കാരണം മനുഷ്യന്റെ മനസ്സും ശരീരവും അങ്ങനെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ബ്ലഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ്. ബ്ലഡ് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടത് ആ സംഗതിയാണ്. മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ അത് ബ്ലഡുമായി ബന്ധപ്പെട്ട് ബ്ലഡിനെയാണ് ബാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ശരീരത്തെയും ബാധിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ വല്ലാണ്ട് ക്ഷീണം അനുഭവപ്പെടും. ഏറ്റവും നല്ല പ്രയാസം അനുഭവിക്കുന്ന, രോഗം അനുഭവിക്കുന്ന ഒരവസ്ഥയിൽ എന്തെങ്കിലും ഒരു വലിയ നേട്ടത്തെക്കുറിച്ച്, നന്മയെക്കുറിച്ച് നമുക്കൊരു വിവരം കിട്ടിയാൽ നമുക്കൊരു ഉഷാറ് അനുഭവപ്പെടുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത് മനുഷ്യ മനസ്സും ശരീരവും ഇങ്ങനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നിൽക്കുന്നത്. ആ മനസ്സിന്റെ ഏകാഗ്രതയും മനസ്സിന്റെ ചൈതന്യവും മനസ്സിന്റെ കുളിർമയും മനസ്സിന്റെ സന്തോഷവും മനസ്സിന്റെ ആനന്ദവുമാണ് നമസ്കാരമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഈ നമസ്കാരം ഉപേക്ഷിച്ചവന് സത്യവിശ്വാസിയായി പോലും പരിഗണിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആ നമസ്കാരത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ആ നമസ്കാരം നമുക്ക് സംഭാവന ചെയ്തത് അള്ളാഹുമായിട്ടുള്ള മുലാഖാത്തിന് വേണ്ടിയാണ്. ആ നമസ്കാരം അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്തുന്നതിന് എന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ നമസ്കരിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രാധാന്യം വളരെ വലിയ ഒരു സംഗതിയാണ്. പക്ഷെ ഈ സംഗതികളെല്ലാം നമ്മളോട് പറയുമ്പോ ഇതിനാവശ്യമായ നിലയിലുള്ള ശ്രദ്ധയും ചിന്തയും കൊടുത്തിട്ടില്ലെങ്കിൽ യഥാർത്ഥത്തിൽ പ്രയോജനം ചെയ്യുക, ഇതിൽ വിശ്വസിക്കണമെന്നാണ്. എന്ന് വേറെ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അതായത് നീ കൗൺസിൽ ചെയ്യുക, ഉത്ബോധിപ്പിക്കുക, ഉപദേശം നൽകിക്കൊണ്ടേയിരിക്കുക. ഈ ഉത്ബോധനം അത് സത്യവിശ്വാസികൾക്കാണ് പ്രയോജനം ചെയ്യുക. സത്യത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് ഉത്ബോധനം പ്രയോജനം ചെയ്യില്ല. അപ്പൊ നമ്മുടെ സത്യവിശ്വാസത്തിന്റെ ആഴമനുസരിച്ചാണ് ഉത്ബോധനത്തിന്റെ പ്രയോജനം നമുക്കുണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. നിർഭാഗ്യവാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അപ്പൊ അത്തരം നിർഭാഗ്യവാന്മാരിൽ പെടാതെ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ട് ഉത്ബോധനം പ്രയോജനം ചെയ്യുന്ന സത്യവിശ്വാസികളായി ജീവിച്ചു മരിക്കാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصي ثناء كما اثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الاحباب، أوصيكم وإياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്ക് മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യ ചെയ്യുകയാണ്. ആധുനികരായ മനുഷ്യർ ശാസ്ത്രത്തിന്റെയും ടെക്നോളജിയുടെയും പേരിൽ കണ്ടെത്തുന്ന പല സംഗതികളും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളെ പഠിപ്പിച്ചതാണ് എന്ന് ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ തന്നെ വിദ്യാഭ്യാസം അത്യാവശ്യം. ആധുനിക വിദ്യാഭ്യാസം വേണം, ഖുർആനിക വിദ്യാഭ്യാസം വേണം. ഭൗതിക വിദ്യ വാഹനം കൊള്ളാമല്ലോ, ആത്മീയ വിദ്യയാണ് അതിൻ്റെ ഘടകം. ഭൗതിക വിദ്യാഭ്യാസത്തിന് മാത്രം പ്രാധാന്യം നൽകിയാൽ ഈ പരിസ്ഥിതി ഉണ്ടാവില്ല. ആത്മീയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് മാത്രം നൽകിയാൽ യാതൊരു സംഗതിയും മനസ്സിലാവില്ല. കാലികമായി ഒരു സംഗതി വായിക്കാൻ പറ്റില്ല. ലോകം ഒരുപാട് വളർന്നു പോകുമ്പോൾ പണ്ട് കാലത്ത് പറഞ്ഞ തഫ്സീറുകളും അതിന്റെ വ്യാഖ്യാനങ്ങളും മാത്രം വായിച്ചു കഴിഞ്ഞുകൊള്ളുക. ഞാനിതൊന്നും നോക്കൂല, ഇതെല്ലാം ഖുർആനിൽ നിന്ന് മാത്രമാണ്. ഖുർആനിൽ യഥാർത്ഥത്തിൽ വിശദമായി പലതും പറയാതെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും പറഞ്ഞു കൊടുക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല റിസർവ് ചെയ്തത് കാലാന്തരത്തിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. ഈ വഴി ഇങ്ങനെ വരുമ്പോൾ നബി വളരെ പ്രയാസപ്പെട്ടിട്ട് അത് ഹൃദയസ്ഥമാക്കാൻ ശ്രമം നടത്തി നമുക്കറിയാം. അപലാനായതീസാന നിന്റെ നാവിനെ ഹൃദയപ്പെട്ടു നീ ചലിപ്പിക്കേണ്ടതില്ല. ഇതാ പത്തമാണ് നാം ഓടിത്തന്നാൽ നീ അത് പിന്തുടർന്നാൽ മതി. തുമ്മ അലൈന ബയാനഹു അതിന്റെ വിശദാംശങ്ങൾ പറയുന്നത് നമ്മുടെ ബാധ്യതയാണ്, നാം അത് ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ പണ്ട് കാലങ്ങളിൽ ഉള്ളതിനേക്കാൾ കാര്യങ്ങൾ നമുക്ക് ഖുർആനിൽ നിന്ന് കാലികമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തിഹാദിന്റെ ബാബ് തുറന്നു തന്നെ വെച്ച് ഖുർആൻ. പക്ഷെ പണ്ഡിതന്മാരതിൽ അടച്ചുകൂട്ടി. ഖുർആൻ എന്തോ ഒരു അത്ഭുതങ്ങളുടെ ഒരു പൂജയ്ക്കുള്ള സാധനമാണ് എന്നുള്ള ധാരണയിൽ ഖുർആൻ നോക്കാൻ പാടില്ല, അർത്ഥം പറയാൻ പാടില്ല, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ല, വ്യാഖ്യാനിക്കാൻ പാടില്ല. വ്യാഖ്യാനിക്കാൻ സമ്മതിച്ചപ്പോൾ തന്നെ അത് പണ്ഡിതന്മാർക്കേ പറ്റുള്ളൂ. ആരാണ് യഥാർത്ഥത്തിൽ ഈ പണ്ഡിതൻ എന്ന് പറയുന്ന സാധനം? അങ്ങനെ എന്തോ ഒരു പ്രത്യേകിച്ച് ചാപ്പ കുത്തിയിട്ട് ആകാശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ഡിതൻ നബിമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എല്ലാ മനുഷ്യന്മാർക്കും അള്ള ബുദ്ധി കൊടുത്തിട്ടുണ്ട്. വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ജ്ഞാനുണ്ടാവും. ഒരു പ്രത്യേകമായ ഹാവഭാവങ്ങളോടുകൂടി ഒരു പണ്ഡിത സമൂഹത്തെ ഇസ്ലാമിൽ അങ്ങനെ ഒരു ഏർപ്പാടൊന്നും ചെയ്തു വെച്ചിട്ടില്ല എന്നതാണ്. ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റില്ല. എന്നാണ് യോദ്ധാവും പണ്ഡിതനും തോട്ടിപ്പണിക്കാരനും ഒക്കെ സഹാബാക്കളുടെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കും. പണ്ഡിതനാണ്, യോദ്ധാവാണ്, കർഷകനാണ്, റോഡ് തൂത്തുവാരുന്നവരാണ്. അങ്ങനെ എത്ര സഹാബാക്കളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ പണ്ഡിതന്മാർക്കേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ചില പ്രത്യേകമായ വേഷഭൂഷാദികളോ ഹാവഭാവാദികളോ ഉള്ള പണ്ഡിതന്മാരെ ഖുർആൻ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചുരുക്കി പറഞ്ഞാൽ ഖുർആനിലേക്ക് സാധാരണ മനുഷ്യന്മാർ പോണേനാണ് ബ്ലോക്ക് ചെയ്തത്. അതോടുകൂടി ഖുർആനിലേക്ക് ഒന്ന് എത്തി നോക്കാനോ ആധുനിക മനുഷ്യന്റെ നിലവാരത്തിനനുസരിച്ച് അതിൽ നിന്ന് പുതിയത് എക്സ്ട്രാക്ട് ചെയ്യാനോ ഇൻതിഖാദ് ചെയ്യാനോ പറ്റാത്ത ഒരു സാഹചര്യം ഒരുപാട് നൂറ്റാണ്ടുകൾ നിലനിന്നു. അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിൽ ലോകം ഒരുപാട് വളർന്നിട്ടുണ്ടാവും. ടെക്നോളജി വിമാനത്തിൽ വന്നിറങ്ങുന്നു, ഭയങ്കര സംവിധാനം ഉപയോഗിക്കുന്നു, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നു. പക്ഷേ ഇസ്ലാമിന്റെ കാര്യം പറയുമ്പോൾ ചില പൂജാതി കർമ്മങ്ങൾ വേണ്ട എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുണ്ടാവും. എല്ലാത്തരം ആചാരങ്ങളുടെയും പിന്നാലെ മനുഷ്യൻ ഇങ്ങനെ പോകും. കാരണം അതെല്ലാം ഇങ്ങനെ എന്തോ ദീനിനു വേണ്ടി ചെയ്യുന്ന ഒരു വലിയ സംഗതിയാണ്. കാരണം ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യമാണ് എന്ന് പോലും മനസ്സിലാക്കാതെ നാട്ടുപാരമ്പര്യം അനുസരിച്ചു പോകും. അതിന്റെ പേരിലാണ് ഒരുപാട് തരത്തിലുള്ള അനാചാരങ്ങൾ ഉണ്ടാവുന്നത്. ആചാരങ്ങളൊക്കെ അനുഷ്ഠാനങ്ങളായി മാറും. പിന്നെ അത് ഒഴിവാക്കാനാവാത്ത ഫർളുകൾ പോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ്. എല്ലാതരം തോന്യാസങ്ങളും ആർഭാടങ്ങളും അലങ്കാരങ്ങളും അതുപോലെയുള്ള ഈ സംവിധാനങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ടതാണ്. ഖുർആൻ നേരെ വായിച്ചു നോക്കുകയും അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വക മോശമായ ചിന്താഗതിയൊക്കെ മാറിച്ച് അള്ളാഹുമായിട്ട് എടുക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ നമുക്ക് ഇൽഹാം ചെയ്തു തരും. അപ്പോൾ അതിന്റെ വ്യാഖ്യാനം നമുക്ക് മനസ്സിലാവുന്നതാണ്. അള്ളാഹ് പഠിപ്പിച്ചാലേ പഠിയുള്ളൂ, വേറെ ആരെ പഠിപ്പിച്ചാലും പഠിക്കില്ല. അപ്പൊ അള്ളാഹുമായിട്ടുള്ള മനസ്സ് ബന്ധിപ്പിച്ച്. പക്ഷെ ഇതിൽ നിന്നും നമുക്ക് നേരില്ല എന്നുള്ളതാണ്. അള്ളാഹുള്ള കളിയാക്കുക. ഇതൊക്കെ നാം കാര്യമായി പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ദുന്യാവിലെ ജീവിതത്തിന്റെ ആ മോടിയുണ്ടല്ലോ, അതിന്റെ പ്രൗഢി, അതിന്റെ ഗാംഭീര്യം, അതിന്റെ ഔന്നത്യം, അതിന്റെ പൊങ്ങച്ചം, അതൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള സമയമുള്ള അതിനുവേണ്ടി പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ശേഷിച്ചൊരു ജീവിതമുണ്ട് പരലോകത്ത്. അതാണ് ബെറ്റർ ആൻഡ് ഡ്യൂറബിൾ, ഏറ്റവും ഉത്തമവും എന്നെന്നും നിലനിൽക്കുന്നതും. കേൾക്കണോ? ഈ ഭൗതിക ജീവിതം കഴിഞ്ഞ കുത്തുബയിൽ വന്ന അപ്പുറത്തെ കുത്തുബയിലൊക്കെ പറഞ്ഞു ഭൗതിക ജീവിതം ഒരു കളിതമാശ പോലെയാണ്. ഇവിടെ ശരിയായ ഹൈവാൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ളത്. ശരിക്കും അവശേഷിക്കുന്ന ജീവിതം എന്നെന്ന് നൽകുന്ന പെർമനന്റ് ലൈഫ്. ആഖിറ എന്ന് പറഞ്ഞാൽ പെർമനന്റ് ലൈഫ്. പരലോക ജീവിതം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ആത്മീയ ജീവിതം എന്ന് വിചാരിച്ചിട്ടൊന്ന് മാറ്റിച്ചു. പെർമനന്റ് ലൈഫ് എന്നാണ് അതിന്റെ ആഖിറ, ശേഷിക്കുന്നത് പെർമനന്റ് പരലോക ജീവിതം. അതാണ് ലഹിയൽ ഹവാൻ.
യഥാർത്ഥത്തിലുള്ള ജീവിതം ലോകാനുവേണമെന്ന ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്ന്. അപ്പൊ പരലോകത്തേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാൻ പര്യാപ്തമായ നാളുകളാണ് നമ്മളെ ഇങ്ങനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ റമദാന്റെ ഏറ്റവും മഹത്തായ നാളുകൾ നമ്മളെ തേടി വരാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ്, ശാരീരികമായ തയ്യാറെടുപ്പ് എല്ലാ ആളുകളുണ്ട്. ഈ റമദാനിൽ കുറെ ഖുർആൻ പഠിക്കുക, ഖുർആൻ കുറെ ഓതുന്നത് മാത്രമല്ല, കുറെ പഠിക്കുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക എന്നത് റമദാൻ 1-2 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഒന്ന് ഹെറാൻ കെട്ടിയാൽ, ഒന്ന് നിയത്ത് വെച്ചാൽ, ഒന്ന് ശ്രമിച്ചാൽ എല്ലാ ആളുകൾക്കും സാധിക്കുന്നതാണ്. ഇത് ഏതെങ്കിലും കുറെ മൈലാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും ഇത് ബാധിച്ചു കൊടുത്തൊരു സംഗതിയല്ല. നമുക്ക് ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അതിബൃഹത്തായ സംഭാവനയാണ്. അത് നൽകിയ പരിശുദ്ധ റമദാൻ വരുന്നുണ്ട്. അതിനെ വരവേൽക്കാനുള്ള ഒരു മനസ്സ്, പാപങ്ങൾ ചെയ്തു പോയ മനുഷ്യന്മാരാണ് നമ്മൾ, എങ്ങനെയായാലും ചെയ്യും, ഒരു സംശയമില്ല. മനസ്സുണ്ടെങ്കിൽ ചെയ്യും. കണ്ണുകൊണ്ടും ചെവി കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ പാപങ്ങൾ നമ്മൾ ധാരാളം ചെയ്യാറുണ്ട്. ആ പാപങ്ങളൊക്കെ പൂർണ്ണമായി പുറത്തു തരാനുള്ള ഒരു ബമ്പറാണ് യഥാർത്ഥത്തിൽ ഈ റമദാൻ. അപ്പൊ ആ റമദാൻ ഏറ്റവും ഉത്തമമായി പ്രയോജനപ്പെടുത്താൻ നേരത്തെ തന്നെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി അതിൽ വിജയിക്കാൻ ശ്രമിക്കുക. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم اغفر لنا أبو بكر وعمر وعثمان وعلي عن بقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഭാര്യസന്താനങ്ങൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, മുഴുവൻ സത്യവിശ്വാസികൾ, മുൻകാല സത്യവിശ്വാസികൾ, എല്ലാ ആളുകൾക്കും എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ ഖബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളായ ഖബറിടങ്ങളാക്കി മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗികളുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കുറവുകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, കടവും സാമ്പത്തിക പ്രയാസവും അതുപോലെ കച്ചവടമാന്യവും ഉദ്യോഗ നഷ്ടവും ഒക്കെ ആയിട്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. എല്ലാവരുടെയും വേദന ഏറ്റവും നന്നായി അറിയുന്നവനെയാണ്. ആ എല്ലാ പ്രശ്നങ്ങളും ഏറ്റവും ഉത്തമമായി പരിഹരിച്ചു തരണേ തമ്പുരാനെ. അതിനുവേണ്ടി നിരന്തരമായി നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളിലും സമ്പത്തുകളിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. സത്യവിശ്വാസികളെ ലജ്ജിപ്പും യോജിപ്പും ഐക്യവും നീ നൽകി അനുഗ്രഹിക്കണേ നാഥ. ഈ വരുന്ന പരിശുദ്ധ റമദാനെ ഏറ്റവും ഭംഗിയായി വരവേൽക്കാനും നിനക്ക് തൃപ്തികരമായ വിധം ഇബാദത്തെടുക്കാനുമുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അതിനുള്ള മനസ്സും ആരോഗ്യവും മറ്റു ശേഷിയുമെല്ലാം നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അതാ നിന്റെ തൃപ്തിക്കനുസരിച്ച് ജീവിക്കാനും നിന്റെ തൃപ്തിയിൽ മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്കറാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കണേ നാഥ. ഞങ്ങളുടെ ഖബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹു നരകശിക്ഷയിൽ ഞങ്ങളെ മോചിപ്പിക്കുകയും സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്റെ ലിഖാഅ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. നാഥ, ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിച്ച് ഉത്തരം തരണേ തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥന നിരതമായ ഒരു മനസ്സ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇബാദത്തുകളിൽ പ്രത്യേകമായ സൂക്ഷ്മത പാലിക്കാനുള്ള കഴിവും ശേഷിയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റമദാനിലെ എല്ലാ ആളുകൾക്കും ഈ ആളുകൾക്ക് എല്ലാവർക്കും ആ നോമ്പനുഷ്ഠിക്കാനും മറ്റു ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. റമദാനിൽ ഏറ്റവും ഉത്തമമായി വരവേറ്റ് സ്വീകരിച്ച് നിന്റെ തൃപ്തിയിൽ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم انصر اعمال المجاهدين
في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.